ചോയ്സ് വെഡ്ഡിംഗ് കാസലിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം. നറുക്കെടുപ്പിലൂടെ നേടാം 1.5 ലക്ഷം രൂപ സമ്മാനം. ഓരോ 500 രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് 1 ലക്ഷം രൂപ. സെക്കൻഡ് പ്രൈസ് 10,000 രൂപ വീതം 5 പേർക്ക്. ഈ ഓഫർ ഏപ്രിൽ 30 വരെ മാത്രം. ഈ റംസാനും വിഷുവും ചോയ്സ് വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, ആമാനാമാൾ, എടപ്പാൾ. വയോ ക്ലബ് കെട്ടിടം, ഹെൽത്ത് ക്ലബ്ബ്, റീക്രിയേഷൻ സെന്റർ, റീഡിംഗ് റൂം സമുച്ചയം തുടങ്ങിയവയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പൊന്നാനി നഗരസഭ ജനകീയാസൂത്രണ ഫണ്ട് ഉപയോഗപ്പെടുത്തി വയോ ക്ലബ്ബ് കെട്ടിടവും ഹെൽത്ത് ക്ലബ്ബ് റിക്രിയേഷൻ സെന്ററിന്റെയും റീഡിംഗ് റൂമിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. 15-ാം വാർഡിലെ ചെറുവായ്ക്കരയിലാണ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആരാലും പരിഗണിക്കപ്പെടാതെ ഒട്ടേറെ പേർ മാനസിക പ്രയാസം അനുഭവിക്കുന്നവരായി ഉണ്ട് എന്നുള്ളത് സമകാലിക സാമൂഹിക സാഹചര്യത്തിൽ ഏറെ പ്രസക്തിയുള്ളതാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നവകേരള മിഷൻ പരിപാടികളുടെ ഭാഗമായി, അതോ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി തന്നെ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്ന ആളുകളായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയിൽ 20% നമ്മുടെ വയോജനങ്ങൾ മാറിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക മുന്നേറ്റത്തിൻ്റെ പ്രതീകം കൂടിയാണ്. നമുക്ക് വളരെ പ്രായം കൂടിയ ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. കൈനിറയെ പണമുള്ളവർ പോലും ഈ വിഭാഗത്തിൽപ്പെടും എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രയാസം തങ്ങളുടെ ജീവിതത്തിൻ്റെ സായന്തന കാലത്ത് ഒരു സ്നേഹ വാക്ക് പറയാൻ, സ്നേഹത്തോടുകൂടി അവരുടെ കാര്യങ്ങളെ കാതോർക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മാനസികമായിട്ട് അവർക്ക് ഉല്ലാസം ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുക, ഇതൊന്നും തന്നെ ഇല്ലാതെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം തികച്ചും യാന്ത്രികമായ ജീവിത രീതികളാണ് അവർ അനുവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഗുരുവായൂർ ക്ഷേത്രങ്ങൾ പോലുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ അവിടെ പോയാൽ നമുക്കറിയാം, മൃഗങ്ങളെ നടയിരുത്തുന്നത് പോലെ സ്വന്തം മാതാപിതാക്കളെ ക്ഷേത്ര ദർശനത്തിനാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ട് പെട്ടെന്ന് മിസ്സായി പോകുന്ന മക്കളുള്ള കാലമാണ് ഇത്.